ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, സോറി, ഞാനിന്ന് ഒരു റീഡിങ്ങേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഗൈഡൻസ് മെസ്സേജ് ഇല്ല. ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. സോറി. ഓക്കെ, നാളെ തൊട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, റെഗുലറായിട്ട്. അതുപോലെ കുറച്ച് സ്കെഡ്യൂൾ ഒന്ന് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ചില സമയത്ത് സിംഗിൾസ് കാണുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ മാരീഡ് ആൾക്കാർ, എക്സ്ട്രാ മാരിറ്റൽ, അല്ലെങ്കിൽ ജസ്റ്റ് മാരീഡ് ലൈക്ക് ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ അങ്ങനെ പല സിറ്റുവേഷൻസും വരാം. സോ ഞാൻ എനിക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പ്ലാൻ ചെയ്ത് എല്ലാം ഒരു സ്കെഡ്യൂളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗൈഡൻസ് മെസ്സേജ് ഡെയിലി ഉണ്ടാവും, പ്ലസ് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് ആഴ്ചയിൽ ഞാൻ അനൗൺസ് ചെയ്യാം എല്ലാം കൂടി. ഓക്കെ, അതുപോലെ ഒരു ലൈവ് റീഡിങ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ലൈവ് റീഡിങ് എനിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് തരാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിപ്പോൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നില്ല. ഓക്കെ, ഞാനത് അനൗൺസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേഴ്സണൽ റീഡിങ് കുറച്ച് സമയത്തേക്ക് കൂടി ഞാൻ എടുക്കാൻ പ്ലാനില്ല. എനിക്ക് കുറച്ച് പഠിക്കാനും എനിക്ക് എൻ്റെതായ കുറച്ച് സമയം വേണം, കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കാൻ പ്ലാനില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും, ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ചെയ്യാം. രണ്ട് ദിവസം പറ്റുമോ എന്ന് നമുക്ക് പിന്നീട് നോക്കാം. എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എന്തെങ്കിലും ചെറിയ ചെറിയ ഗൈഡൻസ് എങ്കിലും ഓക്കെ എനിക്ക് പറ്റുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യാനുള്ള ശ്രമിക്കാം മാക്സിമം. ഓക്കെ, ഇതെല്ലാം ഞാനൊരു സെപ്റ്റംബർ 1st ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് വീക്ക് തൊട്ട് ആയില്ലേ. ഓക്കെ, സെപ്റ്റംബറിൻ്റെ ഫസ്റ്റ് വീക്കിലേക്ക് ഞാനിത് ഒരു സ്കെഡ്യൂൾ ഒന്ന് മാറ്റാൻ പ്ലാൻ ഉണ്ട് എൻ്റെ. ഓക്കെ, അപ്പോൾ ഞാൻ അനൗൺസ്മെൻറ്റ് ഇപ്പം ഞാൻ റീഡിങ്സ് എടുക്കുന്നില്ല, കുറച്ച് ദിവസത്തേക്ക് കൂടിയിട്ട്. എന്തായാലും പേഴ്സണൽ റീഡിങ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വേറെ പേഴ്സണലായിട്ട് ഇവിടെ വീട്ടിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും തിരക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഞാനിവിടെ ഇന്നിപ്പോൾ 2 പൈൽ വെച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പേഴ്സൻ്റെ നമുക്ക് എന്താ എടുക്കേണ്ടത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ, പിണക്കം, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾവ് ആവുമോ എന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് സോൾവ് ആവുമോ? ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ വേണമെന്നില്ല, ബട്ട് എന്തെങ്കിലും അകൽച്ചയുണ്ട്, നിങ്ങൾ തമ്മിൽ അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല, എന്തെങ്കിലും ഇഷ്യൂസ് ആയിക്കോട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ പേഴ്സൻ്റെ എന്തായിരിക്കും നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. മുന്നോട്ട് സോൾവ് ആവുമോ, നിങ്ങൾ തമ്മിലുള്ളത് പ്രശ്നങ്ങൾ സോൾവ് ആവുമോ, എന്താണ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ നോക്കാം. അപ്പം ഞാൻ 3 ഡെക്ക് വെച്ചിട്ടുണ്ട്. 3-ലും ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ട്. ഇത് ടാരോ ആണ്. ഇത് രണ്ടും നമുക്ക് ഒരാക്കിൾ എന്ന രീതിക്ക് എടുക്കാം. എല്ലാത്തിലും ഞാൻ മെസ്റ്റേഴ്സ് എടുക്കും. ഓക്കെ, പൈൽ 1, പൈൽ 2 വെച്ചിട്ടുണ്ട്. ഇവിടെ പൈൽ 1 ഡക്ക്, ഓക്കെ, പൈൽ 2 നായ്ക്കുട്ടി, ഓക്കെ, പപ്പി. ഓക്കെ, സോ നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം ഓക്കെ പൈൽ 1 നമുക്ക് ടാരോ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ബാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ഒരുപാട് ഇതല്ല, എന്നാലും ഓക്കെ, മാക്സിമം ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് ശ്രമിക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒരു നോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു അകൽച്ച അവരുടെ രീതിക്ക് ഉണ്ടെങ്കിൽ അത് ഒന്ന് മാറി നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് ബെറ്റർ ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിനാണ്. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, 10 of Wands ആണ്, Queen of Swords, 7 of Wands, Chariot, Knight of Wands, King of Pentacles, 3 of Wands, Lovers and okay good. ഇവിടെ ഓക്കെ ലേശം ഓക്കെ ഫൈൻ. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ലേശം അകൽച്ചയുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ പേഴ്സൺ ഒരല്പം അകന്ന് നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, അവർ തുറന്ന സംസാരങ്ങളില്ല, ഓപ്പണായിട്ട് പറയുന്നില്ല കാര്യങ്ങൾ. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. നിങ്ങളടുത്ത് സംസാരിക്കുമ്പോഴായാലും എന്താ പറയുക, ഒരു പഴയ പോലെ നിങ്ങൾ തമ്മിൽ വളരെ ഒരു സ്നേഹത്തോടെ ഉണ്ടായിരുന്ന മൊമെന്റ്സ് പോലെ. ഓക്കെ, ഇപ്പോൾ അങ്ങനെയില്ല. അവർ പറയുമ്പോൾ ജസ്റ്റ് മേ ബി സംസാരിക്കുന്നുണ്ടാവാം. ചിലവർക്ക് ടോട്ടൽ നോ കോൺടാക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ സംസാരം ഉണ്ട്, പക്ഷെ അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ദാറ്റ് പേഴ്സൺ പഴയ പോലെ നിങ്ങൾക്ക് തോന്നില്ല. ദാറ്റ് എന്തൊക്കെയോ ഒരു മറക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നില്ല, ഒരു അധികം അങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം അവർ കാണില്ല. ഓക്കെ, ചിലവർക്ക് ബ്ലോക്ക് ഉണ്ടാവാം. ഓക്കെ, നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോലെ അങ്ങനെ വല്ലതും ഉണ്ടാവാം ചിലവർക്ക്, കുറച്ച് പേർക്ക്. പക്ഷെ കൂടുതൽ പേർക്കും എനിക്ക് ഒന്ന് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങളല്ല, ബട്ട് നിങ്ങൾ തമ്മിലൊരു ചെറിയ ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട്. ഓക്കെ, ആ രീതിക്കാണ് അവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിൽ ദൂരെയോ ആയിരിക്കാം, വേറെ സ്ഥലങ്ങൾ അങ്ങനെയോ ആവാം. ഓക്കെ, ഇവിടെ പേഴ്സന്റെ ലൈഫിൽ ഇപ്പം നടക്കുന്നത് ഒരു ബേർഡൻ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പേഴ്സന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെന്തൊക്കെയോ ബേർഡനിലാണെന്ന് കാണുന്നുണ്ട്. അതായത് അവർ വളരെയധികം
സ്ട്രെസ് അനുഭവിക്കുന്ന സമയം അവർക്ക് എന്തൊക്കെയോ എന്താ പറയുക, അവരുടെ ജീവിതത്തിൽ അവരുടെ കാര്യങ്ങൾ, ഓക്കെ, അതായത് വീട്ടിലെ കാര്യങ്ങളായിരിക്കാം, ഫാമിലിയുടെ ആയിരിക്കാം. ചിലവർക്ക് ക്വീൻ ഓഫ് സോർട്സ് എനർജി ഉണ്ട്. അപ്പോൾ ചിലവർക്കും മാരീഡ് ആയിരിക്കാം, ഓക്കെ, ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ അവരുടെ അമ്മ, പാരൻസ്, അങ്ങനെ ആരെങ്കിലും, ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഒരു തടസ്സമായിട്ട് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഫാമിലി എതിർക്കുന്നുണ്ടാവാം ഈ റിലേഷൻഷിപ്പിനെ, ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിനെ ഫാമിലി എതിർക്കുന്നുണ്ടാവാം, മാരേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് ഓൾറെഡി അവർ മാരീഡ് ആണെങ്കിൽ ആ ഒരു തടസ്സം ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം, രണ്ടും. ഓക്കെ, ചിലവർക്ക് ഫാമിലി എന്താ പറയുക, ഓക്കെ, ചിലവർക്ക് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, 2-3 സിനാരിയോ. എന്തായാലും ഇവിടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് വാൻസ് വരുമ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് എടുക്കുന്നതാണ്. അപ്പോൾ ഫാമിലിയുടെ മുമ്പിൽ സ്റ്റാൻഡ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ബട്ട് ഫാമിലി ഐ തിങ്ക് അഗ്രി ചെയ്യുന്നില്ല, ആ രീതിക്കായിരിക്കും. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുണ്ട്, മേ ബി ചെയ്ത് ശ്രമിച്ചിട്ടുണ്ടാവാം ചിലവർ. ഓക്കെ, അത് സമ്മതിക്കാത്തതിൻ്റെ ഒരു ബർഡൻ ആയിരിക്കാം. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഒരു മാറ്റത്തിൻ്റെ കാര്യം പറയാം, മൂവ്മെൻ്റ് ആണ്. ആക്ച്വലി അവർ മുന്നോട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ പക്ഷെ അവർ നിങ്ങളോട് മേ ബി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതായത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവില്ല. ഇവിടെ എനിക്കിവിടെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തിപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അകൽച്ച അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയോ അവർ ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കുകയാണ്, അവരുടെ ബേർഡൻസ് നിങ്ങളോട് പറയാതിരിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കില്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എങ്ങനെയാണ് ചിലപ്പോൾ പറയുക, എന്നിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നെങ്ങനെയാണ് പറയുക, അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഇവിടെ ഡെത്ത് ആൻഡ് 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഓക്കെ, ഗുഡ്. ഇവിടെ പോസിറ്റീവ് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുമെന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ കമ്മിറ്റ്മെന്റ് കിട്ടുന്നതായിട്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയിൽ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവരവിടെ ഉറച്ചു നിൽക്കുന്നതായിട്ട്, അതായത് എനിക്ക് ബന്ധം വേണം എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എതിർപ്പുണ്ട്, യെസ്, പക്ഷെ ആ എതിർപ്പിനെ വകവയ്ക്കാതെ അല്ലെങ്കിൽ എതിർപ്പിനെ അവർ പറഞ്ഞ് സമ്മതിപ്പിച്ച് എടുക്കാനുള്ള ഒരു ശ്രമമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് പക്ഷെ അവർക്ക് സ്ട്രെസ് ഉണ്ട്, നല്ലോണം അവർക്കൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. അവർ വീട്ടിലും അതിൻ്റെ എൻവയോൺമെൻറ്റ് അങ്ങനത്തെ ആയിരിക്കാം അവർക്ക്. കാരണം ഇവിടെ വേറെ എനിക്ക് അങ്ങനെ എക്സ്റ്റേണൽ കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, സോ ഇവിടെ എനിക്ക് മെയിൻലി ഒന്ന് അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ അവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ. പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും അവർക്ക് മുന്നോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന രീതിയിലാണ് കാണുന്നത്. സോ ഈവൻ മാരീഡ് ആണെങ്കിൽ പോലും അവർ അതിൽ നിന്ന്, അതായത് അവിടെ തുറന്നു പറഞ്ഞു, മേ ബി അവരെ പാർട്ട്ണറോട് തുറന്നു പറഞ്ഞു, അതായത് എനിക്കിങ്ങനെ വേണം, ഞാൻ വിട്ടു പോവാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നതായിട്ട്. കാരണം ഇവിടെ ആ പേഴ്സൺ ഇപ്പോൾ അവർ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ അവർ എതിർക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അവർ തമ്മിൽ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അല്ല. പാരൻസ് ആയാലും ശരി, അല്ല വേറെ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് ആയാലും ശരി. ഓക്കെ, പക്ഷെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ചാരിറ്റ് നമ്മൾ മൂവിങ് ഫോർവേഡ് ആണ്. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ആൻഡ് കിങ് ഓഫ് പെന്റിക്കിൾസ് ഒരു ഓഫർ തരുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുമെന്ന് പറയാം. ഹസ്ബൻഡ് എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഹസ്ബൻഡ് അല്ല, ഹസ്ബൻഡ് വൈഫ് എന്തും എടുക്കാം. അപ്പോൾ നിങ്ങൾ മാരീഡ് കമ്മിറ്റ്മെന്റിലേക്ക് എത്തുന്നതായിട്ട്. ഓക്കെ, അവർക്ക് നിങ്ങൾ അങ്ങനെ, ആൻഡ് അവർ അതിനുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുള്ള പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫോർവേഡ് അവർക്ക് വേണം, ഈ റിലേഷൻഷിപ്പ് വേണം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നവർക്കുണ്ട് മനസ്സിൽ. ഓക്കെ, അവർ അതിനുവേണ്ടി ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഞാനിത് ചെയ്യുക എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് വേറൊരു കാര്യം എന്തോ ഞാൻ പറയാൻ വന്നു. ഓക്കെ, ഇപ്പം അവർ അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ അതെന്തോ എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അവരിപ്പോൾ ഒരു ടെൻഷനിലാണ്. ഓക്കെ, അവരാകെ കൂടി ആലോചിച്ച ടെൻഷനിലാണ്. എന്നിട്ട് ഇതെങ്ങനെ ഞാനിതൊന്നെല്ലാം ശരിയാക്കി എടുക്കും എന്നുള്ളൊരു ടെൻഷൻ അവരുള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ചില അകന്ന് നിൽക്കുന്നത്. ഓക്കെ, മാരീഡ് സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെ ഈ സൈഡിൽ നിന്ന് പുറത്ത് വരാൻ നല്ല പാടാണ്. ഓക്കെ, നല്ല ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം. 7 ഓഫ് വാൻസ് നമ്മൾ സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ് പറയാം, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, മറ്റുള്ളവരുടെ മുമ്പിൽ, അതായത് എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കാർഡാണിത്. ഓക്കെ, അപ്പോൾ അത് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങളുമായിട്ട് അപ്രോച്ച് ചെയ്യും, നിങ്ങളെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, നിങ്ങളുടെ അടുത്ത് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെങ്ങനെ മുന്നോട്ട് പോകും എന്ന രീതിക്കൊക്കെ പ്ലാനിങ് ആൻഡ് കമ്മിറ്റ്മെന്റ് കിട്ടുന്ന കാര്യമാണ്. ആൻഡ് ലവേഴ്സ് ആൻഡ് 4 ഓഫ് വാൻസ് ആണ്. സോ മാരേജ് കാർഡാണ്. നിങ്ങൾ തമ്മിൽ ഓൾറെഡി ലവേഴ്സ് ആയിരിക്കാം. ഓക്കെ, ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എത്തും എന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ എന്നെടുത്തോളൂ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് ഓൾറെഡി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് വിചാരിക്കാം. മേ ബി നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ അവർ പാരൻസിൻ്റെ ഇടപെടലോ
പാരൻസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവാം. ഓക്കെ, പുറമേ നിന്നുള്ള ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചു എന്ന രീതിക്കൊക്കെ എടുത്തോളൂ. അങ്ങനെയാണെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആവും എന്ന് പറയാം. ഓക്കെ ഓക്കെ, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു റീയൂണിയൻ കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു മാരേജ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ ആണ് നിങ്ങളുടെ. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് തീർച്ചയായിട്ടും. സോ നിങ്ങൾ തമ്മിൽ ഇവിടെ റീയൂണിയൻ എനർജി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, റീയൂണിയൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആക്ച്വലി ഇതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നല്ല കാര്യമാണ്. ഓക്കെ, യെസ്, ഇപ്പം അകൽച്ച ഉണ്ടാവാം, ലേശം ഒരു ഇതുണ്ട്, പക്ഷേ എൻഡിങ് അല്ല, ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു അകൽച്ച മാറും. ഓക്കെ, ഈ ഒരു അകൽച്ച മാറി നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു പുതിയ തുടക്കം അവരിതിൽ എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു ഓഫർ എന്ന കാര്യം, വേൾഡ്, ഓക്കെ, യെസ്, എല്ലാം മുന്നോട്ട് നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നേരിട്ടിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതായിട്ടാണ് ഇവിടെ മെയിൻ കാർഡ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എന്തായാലും ബെറ്റർ ആവും. ഓക്കെ, ടെൻഷനേ വേണ്ട. ഓക്കെ, ഞാൻ ഏഞ്ചൽ, let's see, എന്താ വരുന്നത്, ഹെൽപ്ഫുൾ പീപ്പിൾ, ഫോർഗിവ്നെസ്, ഓക്കെ, ആൻഡ് ഓപ്പർച്യൂണിറ്റി. വെരി ഗുഡ്. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യണ്ട. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ടുപോകാൻ. ഓക്കെ, നിയർ ഫ്യൂച്ചർ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വരും, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ നിയർ ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്ന് തന്നെയാണ്. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ഈ സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് പൈൽക്കാർക്ക് നിങ്ങൾക്ക് പോസിറ്റീവാണ്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അകൽച്ച കാണിച്ചു, എന്തെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മാറി വരും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഫോർഗിവ്നെസ് കൊണ്ടുവരാം. ഓക്കെ, ഫോർഗിവ്നെസ് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ അകന്നൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, ബട്ട് അത് ഫോർഗിവ് ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അവർ ടെൻഷൻ കൊണ്ടാണ്. ഓക്കെ, മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് വരും, അബണ്ടൻസ് വരും എന്നാണ്. അതിപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ഉള്ള അബണ്ടൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കാണ്. ഓക്കെ, ഫസ്റ്റ് പൈൽക്കാർക്ക് വളരെ പോസിറ്റീവാണ്. ലെറ്റ്സ് സീ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽ കൂടി എടുത്തേക്കാം. മേക്ക് ദ എഫേർട്ട്. ഓക്കെ, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആൻഡ് ഹണിമൂൺ. യെസ്, നമുക്ക് എന്താ പറഞ്ഞ, ഇപ്പോൾ നമ്മൾ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ, ചിലവർക്ക് കമ്മിറ്റ്മെൻറ്റ്, മാരേജ് വരെ എത്താനുള്ള സാധ്യതയാണ്. പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈവൻ മാരേജ് പോസിബിൾ ആണ്. ചിലവർ മാരീഡ് സിറ്റുവേഷൻ പോലും വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് നിങ്ങളുമായിട്ടൊരു മാരേജ് വരെ എത്താനുള്ള സാധ്യത കൂടിയുണ്ട്. ഓക്കെ, സോ ആൻഡ് മേക്ക് ദ എഫേർട്ട് എന്ന് പറയുന്നുണ്ട്. ഗ്രേറ്റ് ലവ് ഇസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ഗൈഡഡ് ടു ടേക്ക്. നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് എടുക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടും. ഓക്കെ, അവർ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും. ആൻഡ് കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് തൽക്കാലം പേഴ്സൺ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കാം. നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന വളരെ റൊമാൻറ്റിക് ആയ ഒരു പേഴ്സൺ, എല്ലാം തുറന്നു പറയുന്ന ഒരു പേഴ്സൺ, ഭയങ്കര അടുപ്പം, അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ബട്ട് ആ പേഴ്സൺ ചിലപ്പോൾ ലേശം ഒരു കുറച്ചിങ്ങനെ നമ്മളധികം എക്സ്പ്രസ് ചെയ്യാത്ത ആള്. ഓക്കെ, ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുക. സോ ലേശം വ്യത്യാസമായിരിക്കും. നിങ്ങൾ വിചാരിച്ച പോലെ ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല. ബട്ട് യെസ്, നിങ്ങളുടെ സോൾമേറ്റ് ആണ്. യുവർ സോൾമേറ്റ് മേ ഡിഫർ എന്നാണ് പറയുന്നത്. സോ ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. ഓക്കെ, ബട്ട് യെസ്, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ ചെയ്യേണ്ടി വരും. സ്വഭാവം വൈസ് നമ്മൾ പറയില്ലേ. ഓക്കെ, നമുക്ക് എല്ലാം ചിലപ്പോൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഓക്കെ, സോ വിട്ടേക്കാം. അവർ എഫേർട്ട് എടുക്കും, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും എന്നാണ്. സോ ലേശം നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുക കുറച്ച് തൽക്കാലത്തേക്ക്. ഓക്കെ, സോ നമുക്ക് പൈൽ 2ലേക്ക് പോവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇതിനെ ഷഫിൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരിക. എല്ലാം റിപ്പീറ്റ് കാർഡ്സ് വരാൻ തുടങ്ങും. ഓക്കെ, പൈൽ 2ലേക്ക് പോകാം. നമുക്ക് പൈൽ 2 പേർക്ക് നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റുക നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അകൽച്ചയുണ്ടെങ്കിൽ, നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ എന്ത് തന്നെയായാലും ശരി, കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ബെറ്റർ ആവുമോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഒരുപാട് കാർഡ്സ് ആദ്യം എടുത്തതുപോലെ റിപ്പീറ്റ് വരികയാണെങ്കിൽ ഞാൻ മാറ്റും. ഓക്കെ, ഒന്നും വിചാരിക്കണ്ട, കാരണം അത് ഷഫിൾ എനർജി ശരിയാവാതെയാണ്. അപ്പോൾ നമുക്ക് എനർജീസ് ശരിയാവില്ല. ഓക്കെ, സോ മനസ്സിലാക്കുക. കുറച്ചൊക്കെ നമ്മളും മനുഷ്യന്മാരാണ് അല്ലേ. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, 8 ഓഫ് കപ്സ് കാണുന്നുണ്ട്. ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താ കുറേ പെൻറ്റിക്കിൾസ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, എന്തായാലും നല്ലതാണ്. ഹാങ്മാൻ, കിങ് ഓഫ് കപ്സ്. വാവ്,
ഹൈ പ്രീസ്റ്റസ് ആൻഡ് സൺ. ഓക്കെ, ഗുഡ്. ഹെർമിറ്റ് ഉണ്ട്, നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, ഇവിടെയും ആക്ച്വലി ഒരു കാര്യം എനിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. ഓക്കെ, വളരെയധികം സ്നേഹമുണ്ട് നിങ്ങളുടെ പേഴ്സണിന്. എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വോക്ക് അവേ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട്, സെപ്പറേഷൻ ടോട്ടലി. ഓക്കെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു എന്ന രീതിക്കാണ്. ഹെർമിറ്റും ഉണ്ട്, 4 ഓഫ് കപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതിന് ഇനി മുന്നോട്ട് വല്ലതും നടക്കുമോ, ഈ പോയ ആൾ തിരിച്ചു വരുമോ, കുറേ ആയിട്ടുണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ബട്ട് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇതുമില്ല. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് തരാൻ നിന്നതായിരിക്കാം, ബട്ട് മേ ബി എല്ലാം വിട്ട് ഇപ്പോൾ പോയി എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ടോട്ടൽ സെപ്പറേഷൻ നോക്കണ്ടേ, നിങ്ങളായിരിക്കാം വിട്ടുമാറിയത്, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം വിട്ടുമാറിയത്, രണ്ടും ആവാം. ഓക്കെ, ഇപ്പോൾ പേഴ്സൺ എനിക്ക് എവിടെയോ അവരെ കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട്. എനിക്ക് അവർ കരിയറിലെ കാര്യത്തിൽ അവരെ ലൈഫ് ബെറ്റർ ആക്കാൻ, അവരെ പൈസ, അവരെ മണി കാര്യങ്ങൾ, അവരെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്, ഓക്കെ, അവർ ജനറലി അവരെ ലൈഫിൽ ഓക്കെ പണത്തിൻ്റെ കാര്യത്തിന് അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഓക്കെ, ഓക്കെ, നമ്മൾ വേറെ രീതിയിൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ സ്റ്റക്കാണ്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ സ്റ്റക്കാണ്. അത് ഐ തിങ്ക് അവർ അവരെ ഫൈനാൻഷ്യൽ ഇഷ്യൂസിൻ്റെ കാര്യം പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടി ഉണ്ടാവാം ചിലവർക്ക്. ഓക്കെ, ബട്ട് ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്പിരിച്വൽ കാർഡ് കൂടിയായിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളത് ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുമ്പോൾ പക്ഷേ അവർ എവിടെയോ ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് മേ ബി അവർ ഒരുപാട് കരിയറിൽ ഇതൊക്കെ ചെയ്തായിരിക്കാം. അതായത് ഒരുപാട് ജോലി എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയാം. ഓക്കെ, ഇത് കുറച്ച് പേർക്കേ ഉള്ളൂ. ഇത് ഈ പൈലിൽ ഐ തിങ്ക് കുറച്ച് പേർക്കേ തേർഡ് പാർട്ടി പറയാനുള്ളൂ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവർ മീൻസ് അവിടെയും അവർ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് പറയാം. ഓക്കെ, അതിലൊന്ന് ചിലവർക്ക് കരിയർ ആയിരിക്കാം, ചിലവർക്ക് വേറെ റിലേഷൻഷിപ്പ് എന്ന രീതിക്കും എടുക്കാം. ഓക്കെ, ബട്ട് ഇവിടെ ഫീലിങ്സ് വൈസ് കിങ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഫീലിങ്സ് വൈസ് നിങ്ങളോടാണ് സ്നേഹം മുഴുവൻ. അവർക്ക് ഏറ്റവും വളരെയധികം അവർക്ക് നിങ്ങളോട് സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളുമായിട്ട് ശരിക്കും അവർക്ക് ഒരു അബണ്ടൻസ് അവർ കാണാറുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോൾ മേ ബി നിങ്ങൾ അവരെ ഒരുപാട് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്താൽ. ഓക്കെ, യെസ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾ ഒരുപാട് അവർക്ക് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അവരെ കരിയറിൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു ബിസിനസ് വല്ലതും ഉണ്ടാവാം, നിങ്ങൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, പേഴ്സണെ നിങ്ങൾ ഒരുപാട് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവരൊരിക്കലും ഐ തിങ്ക് നിങ്ങൾക്ക് അതിൻ്റെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, നിങ്ങളോട് തിരിച്ച് നിങ്ങൾക്കൊന്നും തന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടായിരിക്കും എപ്പോഴും കൊടുത്തത്. മേ ബി പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതിപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ഈ പണം നിങ്ങൾ കൊടുത്തതൊന്നും അവരിതുവരെ നിങ്ങൾക്ക് തിരിച്ച് തന്നിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പോലും ഐ തിങ്ക് നിങ്ങൾ അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ആ ഒരു കാര്യം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് പെൻറ്റിക്കിൾസ് വന്നുകൊണ്ട് ഇവിടെ എവിടെയോ ഒരു ഫൈനാൻഷ്യലിൻ്റെ ഒരു കാര്യം കിടക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ബെറ്റർ ആക്കുന്നു എന്നും പറയാം. അത് മാത്രമല്ല, പക്ഷേ ഇവിടെ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് അവർക്ക് ഫൈനാൻഷ്യലി കുറേ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ളപ്പോൾ, നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ അവർക്ക് ഭയങ്കര ലക്കായിരുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എവിടെയോ അവർക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോയിട്ട് അതിപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടായാലും അല്ലെങ്കിലും ഓക്കെ, ഈവൻ അല്ലെങ്കിൽ പോലും ഐ തിങ്ക് അവരെ കരിയറിലായാലും അവരുടെ ലൈഫിലായാലും ഓക്കെ, അവർക്ക് എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുള്ള സമയത്തായിരുന്നു. ഓക്കെ, നിങ്ങളുള്ള സമയത്ത് അവർ വളരെയധികം അബണ്ടൻസ് അനുഭവിച്ചിട്ടുണ്ടാവും. അബണ്ടൻസ് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ റിച്ച് ഇതാവണം എന്നില്ല, ബട്ട് അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങളില്ലാതെ ആ രീതിക്കൊക്കെ അവർ മുന്നോട്ട് പോയിട്ടുണ്ടാവും. കാരണം അത് നിങ്ങൾ അവരുടെ അടുത്ത് ഒരു ലക്കായിരുന്നു, നിങ്ങൾ അവരുടെ ഒരു ലക്കായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതവർ ഇപ്പോൾ എനിക്ക് എവിടെയോ അത് തിരിച്ചറിയുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പം അത് തിരിച്ചറിയുന്ന പോലെയുണ്ട്. ആൻഡ് ഇത് എവിടെയോ അവർക്കൊരു റിയലൈസേഷൻ വരുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് വരുന്ന പോലെ. ഓക്കെ, അവർ നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ വിട്ട് പോയപ്പോൾ മേ ബി അവർ ലക്ക് ആക്ച്വലി സ്റ്റക്ക് എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് കണക്ഷൻ തോന്നുന്നുണ്ട്. ഇപ്പം അവർ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവരെ ലൈഫിൽ മുന്നോട്ടൊന്നും നടക്കുന്നില്ല. ഓക്കെ, അവർക്ക് എല്ലാത്തിനും ഒരു നെഗറ്റീവ് അടിച്ച പോലെയാണ് ഇപ്പോൾ. ഓക്കെ, അവർ പലതും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒന്നും കൂടി ഞാൻ കാണിച്ചു എടുക്കട്ടെ. എനിവേ, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഇവിടെ. King of Wands, Hermit again. Okay, Two of Swords. Yes,
നിങ്ങൾ അവരെ സോൾമേറ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ അവരെ സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ളപ്പോൾ അവർക്ക് നിങ്ങളോട് വളരെ പാഷനും ഇതും. പക്ഷെ അവർ ഒരു ചോയ്സിന്റെ കാര്യം ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അവർ നിങ്ങളെ ചൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ മാറിപ്പോയതായിരിക്കാം. നിങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അവരെ. നിങ്ങൾ അവരെ കൂടെ അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അതൊക്കെ ഉണ്ട്. നിങ്ങളെ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നതും. പക്ഷെ എവിടെയോ അവരൊരു മേ ബി ഒരു തേർഡ് പാർട്ടി വന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കാരണമായിരിക്കും. അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു സമയമായിട്ട് എടുത്തോളൂ. ഓക്കെ, നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറെ എന്തിനെങ്കിലും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം അതിനൊരു റിയലൈസേഷൻ്റെ ഒരു സമയമായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനത് ഒരു ക്ലാരിറ്റി യെസ്, അവർ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ. യെസ്, അത് തന്നെയാണ്. സോ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ അടുത്ത് നിന്ന് ആക്ച്വലി ഇപ്പം നമ്മൾ പറയില്ലേ, നിങ്ങളെ എല്ലാം ഹെൽപ്പ് ചെയ്തു, നിങ്ങൾ വളരെയധികം കൂടെ നിന്നു, എല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ മേ ബി അവർ വേറെ ആരെങ്കിലും ചൂസ് ചെയ്ത് പോയി കാണാം. ഓക്കെ, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ അവർ നിങ്ങളെ വേദനിപ്പിച്ചത് അവരിപ്പോൾ തിരിച്ച് വേദനിക്കണമെന്ന് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങൾ ആ ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ ശരിക്കും അവരുടെ ലക്കായിരുന്നു അവരുടെ ലൈഫിലുള്ളപ്പോൾ. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം വോക്ക് അവേ ചെയ്ത്. ഓക്കെ, നിങ്ങളായിരിക്കാം. അവർ നിങ്ങളെ ചൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ വോക്ക് അവേ ചെയ്തായിരിക്കാം. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ അവർക്കത് ശരിക്കും അവരെ ഹേർട്ട് ചെയ്യാൻ ഇൻ ദ സെൻസ് അവരുടെ ലൈഫിൽ തന്നെ അവർക്ക് പല പ്രശ്നങ്ങളും ഐ തിങ്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർ ബാക്ക് സ്റ്റാബ് ചെയ്ത പോലെ ഓക്കെ, അവർക്ക് പല നഷ്ടങ്ങളും വന്നിട്ടുണ്ടാവാം. നിങ്ങൾ അവരെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്താണോ അതിൽ നിന്ന് അവർക്ക് മാറിയിട്ടുണ്ട്. അവരുടെ ലൈഫ് അവർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ റിയലൈസേഷൻ വരുന്ന ഒരു സമയമാണെന്ന് പറയാം. ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് നിങ്ങളായിരുന്നു അവരുടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളായിരുന്നു. ഓക്കെ, നിങ്ങൾ അവരെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ വളരെ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടെ ഇല്ലാത്തപ്പോൾ അവർ ശരിക്കും ആ ഒരു പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചറിയും, നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയുമെന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങളെ ആക്ച്വലി അവർക്ക് ഫീലിങ്സ് ഉണ്ട്, ഇല്ല അതൊന്നുമില്ല. ബട്ട് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ ഈഗോ കൊണ്ടായിരിക്കാം, ചിലവർക്ക് സിറ്റുവേഷൻ സാഹചര്യങ്ങൾ വല്ലതും കൊണ്ടായിരിക്കാം അവർ നിങ്ങളെ ചൂസ് ചെയ്തില്ല എന്നൊരു അല്ലെങ്കിൽ നിങ്ങളെ എവിടെയെങ്കിലും മാറ്റി നിർത്തി അങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് അതിനുള്ളത് അവർക്ക് കിട്ടുന്നുണ്ട് ലെസൺ. ഓക്കെ, സ്പിരിച്വൽ ഒരു യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എടുത്തോളൂ. ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, അവർക്ക് നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ വരുന്നതായിട്ട് ലൈഫിൽ. ഓക്കെ, അപ്പോൾ അവർക്ക് റിയലൈസേഷൻ വരും ദാറ്റ് നിങ്ങൾ ആണ് അവർ തിരിച്ചു വരും. എന്തായാലും ഇവിടെ ഒരു റിയൂണിയൻ ആണ്. ലാസ്റ്റ് കാർഡ് നമ്മുടെ വന്നത് സൺ ഓഫ് സൺ ആയിരുന്നു. സോ തീർച്ചയായിട്ടും ഇവിടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഫൈനലി. ഓക്കെ, നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻസ് യെസ് വളരെ ഹാപ്പി ആയിട്ടിരിക്കും, കുഴപ്പമില്ല. അവർ മനസ്സിലാക്കി വരും എന്ന് തന്നെയാണ്. ഓക്കെ, ബട്ട് അവർ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ആ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സമയമാണെന്ന് എടുത്തോളൂ. ഓക്കെ, ചിലവർ നിങ്ങൾക്ക് മണി ഓഫറുമായിട്ട് വരാം, കമ്മിറ്റ്മെൻറ്റുമായിട്ട് ചിലവർ വരാം, ചിലവർ ജസ്റ്റ് യെസ് അത് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റുമായിട്ട് അവർ വരും. ഓക്കെ, നിങ്ങളുടെ അടുത്ത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ അവർ തയ്യാറാവും. ഓക്കെ, മുമ്പ് അവർ നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറെ എന്തെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇനി അവരത് മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. എന്തായാലും സണ്ണാണ് ഫൈനലി. ഓക്കെ, വരും, സിറ്റുവേഷനിൽ മാറ്റം വരും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചില കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ട്രെസ്സിൽ അവർ വരും, അവർ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും. ഓക്കെ, ആൻഡ് ഏഞ്ചൽ ആൻസേഴ്സ് നോക്കാം നമുക്ക്. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? ടേക്ക് ആക്ഷൻ നിങ്ങളോടാ പറയുന്നത്. ഓക്കെ, യെസ് ഉണ്ട്, വെരി ഗുഡ്. ആൻഡ് നോ. ഓക്കെ, വെയിറ്റ്. യെസ്, നോ ആൻഡ് വെയിറ്റ്. ഓക്കെ, ഓക്കെ, ഇത് നോ കാർഡ് എന്താണ്? ഓക്കെ, ശരി. എന്തായാലും ഇപ്പം നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് സിറ്റുവേഷൻ മാറ്റം വരും. ഓക്കെ, നിങ്ങളോട് ഒരു ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക എന്താ വേണ്ടത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കുക, യെസ് ആണോ നോ ആണോ, നിങ്ങൾക്ക് ഈ പേഴ്സൺ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇപ്പോൾ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കുക. ഓക്കെ, ആരോടെങ്കിലും അഡ്വൈസ് എടുക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് മാത്രം തീരുമാനം എടുക്കാം. ഇവിടെ എനിക്ക് അതാണ് തോന്നിയത്. ആക്ഷൻ എടുക്കാനുണ്ട്, നിങ്ങളാണ് ആക്ഷൻ എടുക്കേണ്ടത്. അതിന് മുമ്പ് പക്ഷേ ഇവിടെ പേഴ്സൺ അല്ല, ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്താണ് ഇത് വരുന്നത്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, കുറച്ച് വെയിറ്റ് ചെയ്യൂ, ഹെൽപ്പ് എടുക്കൂ മറ്റുള്ളവരുടെ. ഓക്കെ, എടുത്തു ചാടി ആക്ഷൻ എടുക്കണ്ട. ഓക്കെ, ഒന്ന് ആലോചിക്കാം, ഈ പേഴ്സണെ നിങ്ങൾക്ക് തിരിച്ചു വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, കാരണം സിറ്റുവേഷൻ ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഓക്കെ, അത് ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് കൂടി ഒന്ന് നോക്കിയേക്കാം, എന്താ പറയുന്നത് നോക്കാം. റൊമാൻസ് ഏഞ്ചൽസിന് കൂടി ഒരു പോസിറ്റീവായിട്ട് കിട്ടുമോ അതോ എന്താണ്? അപ്പോൾ ടാരോ വെച്ചിട്ട് നമുക്ക് കിട്ടിയത് അവർ തിരിച്ചു വരും എന്നുള്ളതാണ്.
ഓക്കെ. ബട്ട് അവർ വരുന്നത് എന്തിനാണ്? കാരണം അവർ നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ കാണുന്നത് അവരെ ലക്കായിട്ടാണ് കണ്ടത്. നിങ്ങളുടെ അടുത്ത് ഫൈനാൻഷ്യൽ ഹെൽപ്പും ഉണ്ടാവാം. സോ അവരുടെ ഇൻറ്റൻഷൻ എന്താന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാം. ഓക്കെ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, റിട്രീറ്റ്, ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ഇതുണ്ടോ, രണ്ടും ഒരേ കാർഡാ വന്നത്. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു, ലെറ്റ്സ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്, ഫോർഗിവിങ് ആൻഡ് ലേണിംഗ്, റൊമാൻറ്റിക് ഫീലിങ്സ്. ഓക്കെ. ഇവിടെ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഹീൽ ആവും, ബെറ്റർ ആവും സിറ്റുവേഷൻ. ഓക്കെ. ബട്ട് ഐ തിങ്ക് ചോയ്സ് നിങ്ങൾ ആദ്യം ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് വ്യക്തമായിട്ട്. ഓക്കെ. പേഴ്സൺ ശരിക്കും ജെനുവിൻ ആയിട്ട് ആണോ ഫീലിങ്സ് എന്നുള്ളത് നിങ്ങളൊന്ന് തിരിച്ചറിയാനുണ്ട്. ഓക്കെ. അതിനുവേണ്ടി ഒരു സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങളായിട്ട് മാറിപ്പോകുന്നതാണെങ്കിൽ അത് നല്ലതാണ്. നിങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കൂ. ഓക്കെ. മാറി നിന്ന് നോക്കൂ. ഓക്കെ. പേഴ്സൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോവാതിരിക്കാം. ഓക്കെ. അവരൊന്ന് ഇവിടെ പറയുന്ന ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുക്കാൻ നല്ലോണം 2 കാർഡായി വരുന്നു. സോ ഹെൽപ്പ് എടുക്കാം. വേറെ നിങ്ങൾ അന്വേഷിക്കാം, ആളെക്കുറിച്ച് അന്വേഷിക്കാം, കാര്യങ്ങൾ അന്വേഷിക്കാം. നിങ്ങൾ പേടിച്ച് ഇരിക്കരുത്. ഞാനിത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അയാളായാലും അവളായാലും ഓക്കെ, അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊന്നും നിങ്ങൾ പേടിച്ച് നിൽക്കരുത്. നിങ്ങളുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി ഇവിടെ ബെറ്റർ ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ബട്ട് നമ്മൾ അന്വേഷിക്കുക. കാരണം ഇവിടെ യെസ് ആൻഡ് നോ വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് രണ്ടും പറയുന്നുണ്ട്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ. സോ റിട്രീറ്റ് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു യാത്ര പോകാനുള്ള സാധ്യതയാണ്. ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ആവശ്യമുണ്ട്. നിങ്ങൾ തമ്മിലിരുന്ന് ഓപ്പണായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്. ഇതിവിടെ നല്ല സമയങ്ങളാണ് കാണുന്നത്. എവിടെയോ നിങ്ങൾ തമ്മിൽ ബെറ്റർ ആവുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് സിറ്റുവേഷൻ ഇവിടെ ഒരു മേ ബി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എത്രത്തോളം ബെറ്റർ ആവും എന്നുള്ളതിന് ഇപ്പം നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് മാത്രം തീരുമാനം എടുക്കുക. ഓക്കെ. സോ ഇതാണ് പൈൽ നമ്പർ 2 വന്നത്. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.